എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ വന്നു. ഇനി വ്യാഴം, വെള്ളി, ശനി 3 ദിവസം കൂടി നമ്മുടെ മുൻപിൽ പ്രാർത്ഥനയുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒടുവിലത്തെ 3 ദിവസമെങ്കിലും ഈ പ്രത്യേക ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിലൂടെ നിങ്ങളുടെ ജീവിതം മാറിമറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചിന്ത ആരംഭത്തിൽ പറയുന്നത്, ചില സമയത്ത് ക്ഷമ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ ഡയറക്ഷൻ മാറ്റേണ്ടി വരും. ഞാനൊരു ചിത്രം ഇങ്ങനെ കണ്ടു. ഒരു പടം വരച്ചിരിക്കുകയാണ്. അതിൽ വരച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: ഒരാൾ ഒരു പാലത്തിൽ നിന്ന് ചൂണ്ടയിടുകയാണ് മണിക്കൂറുകൾ. എന്നാൽ അദ്ദേഹം ചൂണ്ടയിടുന്നതിൻ്റെ എതിർവശത്ത്, പാലത്തിൻ്റെ മറ്റേ വശത്ത് നിറയെ മീനുമുണ്ട്. എന്നാൽ ചൂണ്ടയിടുന്നിടത്ത് ഒരു മീനുമില്ല. എന്നാൽ അദ്ദേഹം ക്ഷമയോടെ ഇരിക്കണം. ചൂണ്ടയിടൽ ക്ഷമയോടെയാണല്ലോ. എന്നിട്ട് അവിടെ താഴെ എഴുതിയിരിക്കുന്നു, ചില സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നതിലല്ല കാര്യം, ഡയറക്ഷൻ മാറ്റുന്നതിലാണ് കാര്യം. ചില കാര്യങ്ങളിൽ നമ്മൾ ക്ഷമയോടെ നിന്നതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. നമ്മൾ ജ്ഞാനം ഉപയോഗിച്ച് ഡയറക്ഷനുകൾ മാറ്റേണ്ടി വരും. അവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. വീട്ടുകാരോട് ചോദിച്ചാൽ വീട്ടുകാർ പറയും ക്ഷമിക്കുക, മോളെ നീ ക്ഷമിക്കുക, ഡിവോഴ്സൊക്കെ കൂടുന്ന സമയമാണ്, മോളെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. അപ്പം ഞാൻ നിങ്ങളോട് എന്താ പറയാൻ പോകുന്നത്? ഡയറക്ഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാമെന്നാണോ? അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതിലല്ല കാര്യം. ഈ സമയത്ത് അങ്ങനെ ഭർത്താവിൻ്റെ ഉപദ്രവവും മദ്യപാന നിമിത്തം തകരുന്ന ഒരു പെൺകുട്ടി അവളുടെ ഡയറക്ഷൻ ദൈവത്തിലോട്ട് തിരിക്കണം. എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം? പ്രാർത്ഥനയിലേക്ക്. എല്ലാ പ്രാർത്ഥനയല്ല, ലോകം മുഴുവനും പലതരത്തിലുള്ള 10,000-കണക്കിന് പ്രാർത്ഥനയാണ്. ആദ്യം കിട്ടുന്ന പ്രാർത്ഥനയല്ല, ശരിയായ സൊല്യൂഷൻ അതിനുണ്ട്. നിന്റെ വിഷയത്തിന് ശരിയായ ഒരു സൊല്യൂഷൻ ഉണ്ട്. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശുവിലൂടെ ഇതിനൊരു പരിഹാരമുണ്ട്. ശരിയായ വഴി കർത്താവാണ് തരുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ശരിയായ വഴി തരുന്നു? കർത്താവാണ് നമ്മെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചവൻ്റെ കയ്യിലാണ് പരിഹാരം, അല്ലാതെ എല്ലാവരുടെയും കയ്യിലല്ല പരിഹാരം. നമ്മെ നിർമ്മിച്ചവൻ്റെ കയ്യിൽ പരിഹാരമുണ്ടെന്നേ. അതായത് ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏലോഹീം എന്ന ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. ഏലോഹീം, ഹീം എന്ന വാക്ക് ഹീബ്രുവിൽ വന്നാൽ ബഹുവചനമാണ്. ആദിയിൽ ഏലോഹീം എന്ന ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സകലത്തെ ഉണ്ടാക്കിയ ദൈവം. അപ്പോൾ പിതാവ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. പുത്രൻ ഒരു വാക്കാണ്, ആ വാക്കാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക്. പരിശുദ്ധാത്മാവ് ചലിച്ചു. പിതാവ് പ്ലാൻ ചെയ്തു, പുത്രൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ചലിച്ചു. ആ വാക്ക് പറഞ്ഞ ആ വാക്കാണ് യേശു. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വാക്ക് ദൈവമായിരുന്നു. വചനം, ആ വാക്ക് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14. ആ വാക്കിനെ സ്വന്തമായവർ കൈക്കൊണ്ടില്ല. ആ വാക്കിനെ ക്രൂശിച്ചു. ആ വാക്ക് ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്കിനെ കൈക്കൊള്ളണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ വാക്കിനെ കൈക്കൊള്ളുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്താ ഇത് പറയുന്നത്, അല്ലാതെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. ഒരു പ്രോഗ്രാം പറഞ്ഞ് ഞാൻ ടയേർഡാകുകയല്ല, ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ഇതൊരു സത്യമാണ്. ആ വാക്ക് ഈ ഭൂമിയിലേക്ക് വന്നു. ആ വാക്കിനെ കൈക്കൊള്ളണം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം മാറാൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ,
നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം, യേശുവിലേക്ക് വരണം. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, നീ എൻ്റെ പുറക്കാത്ത് പോലും വരണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാവും. കാരണം നീ ഒരു വാക്കാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒറ്റ വാക്കുകൊണ്ട് തീരാവുന്ന പ്രശ്നമേ നമ്മുടെ വീട്ടിലുള്ളൂ. അത് യേശുവാണ്. കാറ്റെ അടങ്ങ്, കടലേ ശാന്തമാക് എന്ന് പറയാൻ ശേഷിയുള്ളവൻ നമ്മുടെ പടകിലോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമായി. അല്ലാതെ ലോകത്തുള്ള മുഴുവനും കൗൺസിലിങ്ങിനും പോയി, ലോകത്തുള്ള മുഴുവനും ഫാമിലി കോൺഫറൻസിനും പങ്കെടുത്ത്, ലോകത്തുള്ള എല്ലാ നല്ല കുടുംബജീവിത ക്ലാസിൻ്റെ പുസ്തകവും വായിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എന്നാൽ യേശുവിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി. എത്രയോ കുടുംബങ്ങൾ എൻ്റെ കൗൺസിലിങ്ങിലൂടെയല്ല, കർത്താവിൻ്റെ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. ഇനി ഞങ്ങളൊരു കൗൺസിലിംഗ് തന്നാലും 10 പോയിന്റ് ആണെങ്കിൽ 10 പോയിന്റ് ബൈബിളിൽ നിന്നേ ഉള്ളൂ. എൻ്റെ ഒരു പോയിന്റ് അതിനകത്ത് ചേർത്താൽ നിങ്ങളുടെ വഴി തെറ്റി. കർത്താവിലല്ലാത്ത ഒരു വാക്ക് പോലും പറയാൻ ഞങ്ങൾക്ക് ധൈര്യവുമില്ല. അതുകൊണ്ട് ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. നിങ്ങളുടെ ഏത് വിഷയത്തിനും, ഞാൻ കുടുംബജീവിതം എന്നുള്ളതൊരു ഉദാഹരണം പറഞ്ഞതാണ്, നിങ്ങൾ ഡയറക്ഷൻ മാറ്റണം. നിങ്ങൾ കർത്താവിലോട്ട് തിരിയണം, കർത്താവിൻ്റെ വചനത്തിലോട്ട് വരണം, കർത്താവിൻ്റെ ശക്തിയിലേക്ക് വരണം. എഫേസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമ്പോൾ നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണെന്നേ. ധൈര്യപ്പെടുക. ഈ വാക്കിൽ നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങളുടെ പ്രശ്നം തീരും, നിങ്ങളുടെ കുടുംബ പ്രശ്നം തീരും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ പറ്റും, നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റും. നിങ്ങൾ ഇന്ന് നേരിടുന്ന രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ 100% പറ്റും. നിങ്ങൾ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കും. 38 വർഷം നടക്കാത്തവൻ നടന്നില്ലേ? നിങ്ങൾ ഇന്ന് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കും. ഡോക്ടർമാർ കൈവിട്ട വിഷയത്തിൽ നിങ്ങൾ പുറത്തു വരുമെന്നേ. ബലപ്പെടുക. കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ നടക്കും. മല പോലും മാറിപ്പോവും. ഇതെല്ലാം യേശു പഠിപ്പിച്ചതാണ്. ഈ സത്യത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന മോട്ടിവേഷൻ പ്രസംഗങ്ങളെല്ലാം കടമെടുത്തിരിക്കുന്നത്. ഏത് മോട്ടിവേഷൻ പ്രസംഗവും കേട്ടോ, അതെല്ലാം ബൈബിളിൻ്റെ തീമാണ്, ബൈബിളിൻ്റെ റൂട്ടാണ്. അവരതിനെ യേശുവെന്നോ ബൈബിളെന്നോ പറയാതെ അവരതിന് വേറെ പേര് കൊടുത്തു എന്ന് മാത്രം. അതിന് ഗോളെന്നും അതിന് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ്. എന്തിനാ അതിൻ്റെ പുറകെ പോകണം? നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ വന്നുകൂടെ? റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് വരാം. 7-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതിൻ്റെ അർത്ഥം അടുത്ത ദിവസം കുറച്ചുകൂടി നന്നായിട്ട് വിശദീകരിക്കാം. അതായത് ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട്. നിയമങ്ങൾ, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് ചെയ്താൽ ഇതുപോലെയാകും, ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് വാള് വീഴും, നിനക്ക് ശിക്ഷ ഉറപ്പാണ്. ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ന്യായപ്രമാണത്തിന് അധികാരമുണ്ട്. ആ ജീവനോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ന്യായപ്രമാണം എന്ന കർത്തൃത്വമുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം അതിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വരാൻ ആർക്കും കഴിയില്ല. ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാലേ വിടുതലുള്ളൂ. ഇത് മുഴുവൻ അനുസരിക്കാൻ മോശയ്ക്ക് പോലും കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. എല്ലാവരും പരാജയപ്പെട്ടു. ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും തോറ്റുപോയി. ഇത് അനുസരിച്ചാൽ അനുഗ്രഹമാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് കൊണ്ടുവന്നിട്ട് ഈ ന്യായപ്രമാണം മുഴുവൻ കൊടുത്തിട്ട് അവർക്ക് ആർക്കും ഇത് അനുസരിക്കാൻ പറ്റിയില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദൈവത്തിൻ്റെ
നിയമത്തിനകത്ത് നിൽക്കാൻ മനുഷ്യൻ്റെ കഴിവുകൊണ്ട് കഴിയില്ല. ഒന്നുകൂടി ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വിശദീകരണം കിട്ടും. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോട് ഇരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവൻ്റെ മേലെ അധികാരമുണ്ട്. ശാപമോ അനുഗ്രഹമോ അവൻ്റെ ജീവിതത്തിൽ വരാം. കൂടുതൽ വന്നത് ശാപമാണ്. 99.99 വന്നത് ശാപമാണ്. അവർക്ക് നാട് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, പള്ളി നഷ്ടപ്പെട്ടു. ഇന്നും ഇസ്രായേൽ മക്കൾ അലയുകയാണ്. അവർക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തില്ലേ? കാരണം മനുഷ്യർക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയില്ല. പിന്നെ എന്തു ചെയ്യണം? അവർ മരിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രരായി. ഒരു നിയമത്തിൽ നിന്ന് ഇപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരാളെ 12 കൊല്ലം ജയിലിലിടണം. എന്നാൽ അയാൾ മരിച്ചാലോ? അയാളെ ആർക്കെങ്കിലും ജയിലിലിടാൻ പറ്റുമോ? ഇല്ല. അപ്പം മരണം കൊണ്ട് മാത്രമേ നിയമം മാറിപ്പോകൂ. അതുകൊണ്ട് മരിക്കണം, പാപസംബന്ധമായി മരിക്കണം. അതാണ് റോമർ 6 അത് തന്നെയാണ് പറയുന്നത്. പാപസംബന്ധമായി മരിക്കുന്നവർ അതിൽ ജീവിക്കുന്നില്ല. ഈ അർത്ഥം മനസ്സിലാക്കിയാലേ, ഈ സത്യം മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കാര്യത്തിൽ ഒന്ന് ചിരിക്കാൻ പോലും പറ്റൂ. അല്ലെങ്കിലോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ലോ കൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലവ് കൊണ്ട് നമുക്ക് വിജയം കർത്താവ് വെച്ചിട്ടുണ്ട്. ലോ എന്താണ്? ഇത് ചെയ്താൽ ജീവിക്കാം. ലവ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. യോഹന്നാൻ 3:16. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ തരുന്നു. ന്യായപ്രമാണത്തെ ഞാൻ പൂർത്തീകരിക്കാം. മരത്തിൽ ഞാൻ തൂങ്ങിക്കൊള്ളാം. ഞാൻ ശാപമേറ്റെടുക്കാം. ഞാൻ അടികൾ കൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം കൊണ്ടുവരാം. നിങ്ങൾ ചുമക്കേണ്ട പാപഭാരം ഞാൻ ചുമക്കാം. നിങ്ങൾ മരിക്കേണ്ടടുത്ത് ഞാൻ മരിക്കാം. യെശയ്യാവ് 53. പകരക്കാരനായി ഒരുവൻ വന്നു, ഇനി അവനിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ നമ്മൾ യേശു മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചെന്നും, യേശു അടിയേറ്റപ്പോൾ നമ്മൾ ആ ആണി അടിയേറ്റ യേശുവിൻ്റെ കൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടു എന്നും നമ്മൾ വിശ്വസിക്കുകയാണ്. എന്നിട്ടോ യേശു അടക്കപ്പെട്ടപ്പോൾ നമ്മളും അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ഈ പൊരുളുകൾ വളരെ പ്രാർത്ഥനയോടെ ധ്യാനിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഈ സത്യത്തിലൂടെ വന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ സ്വാതന്ത്ര്യമുണ്ടാകും? യേശു പറഞ്ഞു, വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിയണം, അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ബൈബിളല്ല നമ്മെ സ്വതന്ത്രമാക്കുന്നത്, ബൈബിളിൽ നിന്ന് നമ്മൾ അറിയുന്ന സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ബൈബിളിലെ സാമ്പത്തിക സത്യം അറിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായി ഉയരും. ബൈബിളിലെ രക്ഷയുടെ സത്യം അറിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടും. അതായത് രക്ഷിക്കപ്പെട്ട എല്ലാവരും സാമ്പത്തികമായിട്ട് ഉയരാറില്ല. അവർ പറയും, ഈ ഭൂമിയിൽ കഷ്ടപ്പാട് ദുരിതമാണ്, മരണത്തിനപ്പുറം ഒരു സ്വർഗമുണ്ട്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ പറയുകയാണ്, എനിക്ക് ഈ ഭൂമിയിൽ സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയും. യേശുവിനെ എന്നെ സമൃദ്ധിയുള്ളതാക്കി മാറ്റാൻ കഴിയും. അവൻ്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശു ഞാൻ നിമിത്തം ദരിദ്രനായി. അതുകൊണ്ട് ഇനി ഞാൻ ഈ ഭൂമിയിൽ ദരിദ്രനാകണ്ട, എനിക്ക് സമ്പന്നനാകാൻ കഴിയും എന്ന സത്യം അറിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മനോഭാവം മാറ്റും. മറ്റുള്ളവരുടെ ഭാഷയെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് മാറ്റും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ സത്യങ്ങൾ അറിയണം. രക്ഷിക്കപ്പെട്ട എല്ലാവരും സമ്പന്നരാകാറില്ല. അവർ ദൈവവിഷയ സംബന്ധമായി സമ്പന്നരാണ്, എന്നാൽ ഭൗതികമായി സമ്പന്നരല്ല. എല്ലാ വിഷയങ്ങളും മര്യാദക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം അതിന് ഒരു പ്രവാചകനെ വിട്ട്, മകനെ നീ സമ്പന്നനാകാൻ ഇന്നത് ചെയ്യ എന്ന് പറയണമെന്നില്ല. കൊർന്നല്യോസിനോട് പറഞ്ഞതുപോലെ എല്ലാവരോടും പറയണമെന്നൊന്നുമില്ല. ബൈബിൾ തന്നിട്ടുണ്ട്. കൊർന്നല്യോസിന് ബൈബിളില്ലായിരുന്നു. അന്നത്തെ കാലത്ത് പുതിയ നിയമം എഴുതിയിട്ടില്ലായിരുന്നു. ഇന്ന് ബൈബിൾ ഉള്ളതുകൊണ്ട് ബൈബിൾ വായിച്ച് രക്ഷപ്പെട്ടോളാം. പത്രോസിനെ പോലെ ഇന്നത്തെ വലിയ ദൈവദാസന്മാരെ വീട്ടിൽ വിടണമെന്നൊന്നുമില്ല. ബൈബിളുമായിട്ട് ബന്ധമില്ലാത്തവരെ വിടാം.
വീട്ടിൽ ബൈബിളുള്ള കത്തോലിക്ക, യാക്കോബ, മർത്തോമ, സുറിയാനി, ക്രിസ്ത്യാനി, പെന്തിക്കോസുകാർ, ഇവരുടെ അടുക്കൽ ദൈവം ഒരാളെ വിടില്ല. കയ്യിൽ ബൈബിളുണ്ട്, വായിച്ച് സത്യമറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാപസംബന്ധമായിട്ട് മരിച്ച് പുതിയ സൃഷ്ടികളാകണം. അല്ലാതെ വെറുതെ ജീവനോടെ ഇരിക്കുന്നവരോ ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ്. അപ്പോൾ എപ്പോഴും അറിയണം, ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവനാണ്, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഈ സത്യമാണ് നമ്മെ വിടുവിക്കുന്നത്. ചിലപ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും നമുക്കിത് ഈ സത്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇത്ര അറിഞ്ഞാൽ മതി. എല്ലാം കൂടി ഒന്നിച്ചറിയണ്ട, എല്ലാം കുറേശ്ശെ മനസ്സിലാക്കാനാണ് അല്പസമയം നിങ്ങളോട് ഈ ദൈവവചനം എല്ലാ ദിവസവും പറയുന്നു. എല്ലാം കൂടി ഒന്നിച്ച് കേട്ട് നിങ്ങളുടെ തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നണ്ട. ചെറിയ ചിന്തകളിലൂടെ നമുക്ക് ഓടാം, വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനം പോലെ ഓരോ മക്കൾക്കും വിടുതലുണ്ടാകട്ടെ. ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിന്ന് കർത്താവെ, അങ്ങ് ഞങ്ങളെ വിലക്ക് വാങ്ങിയെന്ന സത്യം ഓരോ വ്യക്തികളും പഠിച്ച് ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ കീഴെയല്ല, ഞങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരാണ്, ഞങ്ങൾ ഇനി അതിലല്ലെന്നുള്ള ഈ സത്യം എല്ലാവരും ഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എല്ലാവരും പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥന തുടരുന്നല്ലോ. ഇനി 3 ദിവസം നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയുണ്ട്. വ്യാഴം, വെള്ളി, ശനി. ആ 3 ദിവസത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർ പ്രൈസ് ജനറേഷനിൽ രാവിലെ 10:00 വരിക. ജീസസ് എവരിഡേ നാളെയും തുടരുന്നു. ഗോഡ് ബ്ലെസ് യു. നടത്തിയതാ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതി. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതി. എന്നെ നടത്തും, എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും, എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാൾ മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ
ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാറും. എൻ തല ചായിപ്പാൻ